ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോളൂ. നിങ്ങൾ അവസാനം കാണിച്ച എന്തായിരുന്നു ഒന്ന് പറഞ്ഞു കൊടുക്കോ? നന്നായിട്ട് കടിഞ്ഞാണ് വെച്ചിരിക്കുന്ന കുതിരയെ നമുക്ക് എങ്ങനെയും ഉപയോഗിക്കാം. അത് തന്നെയാണ് നമ്മുടെ മൈൻഡിൻ്റെയും അവസ്ഥ എന്ന് പറയുന്നത്. ഏറ്റവും മഹത്തായിട്ടുള്ള 2 അവയവങ്ങളുണ്ട്, 2 ചെവിയാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു തലച്ചോറുമുണ്ട്. നമ്മൾ ഒരു ചെവിയിൽ കേട്ട് മറ്റൊരു ചെവിയിൽ കൂടി കളയാണ് സാധാരണ വേണ്ടത്. ആവശ്യമുള്ളത് മാത്രമാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണോ നമ്മൾ ഇതുവഴി കേൾക്കുന്നത്, ആ കേൾക്കുന്നത് മുഴുവൻ ഇവിടെ ഷെയർ ചെയ്ത് വെക്കും. വൈകുന്നേരം ആലോചിക്കുമ്പോൾ നമ്മൾ ഫുള്ള് ഡസ്റ്റ്. ട്രെയിനറാണ് എന്ന് തെളിയിച്ചു എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഇത്തരം പരിമിതികളൊക്കെ ഉണ്ടായിട്ടും അതിനൊക്കെ കവർ ചെയ്തുകൊണ്ട് നല്ല ഒരു ട്രെയിനിങ് ഇവിടെ ഇതിലും നന്നാക്കി എന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് എൻ്റെ ചോദ്യം. താങ്ക് യു വെരി മച്ച്. ശരിക്കും ആ ഒരു ട്രാൻസ്മിഷൻ ഓഫ് എനർജി ആൻഡ് ഇമോഷൻ അത് താങ്കൾ പകർന്നിട്ടുണ്ട്. അത് തന്നെയാണ് ട്രെയിനിങ്. താങ്ക് യു വെരി മച്ച്. സമയം കുറഞ്ഞു പോയി എന്നുള്ള ഒരു വിഷമേ ഉള്ളൂ. കൃത്യസമയം പാലിക്കാൻ പറ്റിയില്ല, മഴ കൊണ്ട് തന്നെ. ഏതായാലും ലാസ്റ്റ് ചെയ്തത് ആ ഒരു ഹാങ് ഓവർന്ന് മാറിയിട്ടില്ല. ശരിക്കും ഇമോഷണലായി ഫീൽ ചെയ്ത് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിനർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ചുരുട്ടാൻ പറഞ്ഞതും ഞാൻ എത്രത്തോളം ചുരുട്ടി എന്നുള്ളതൊക്കെ സാറ് കണ്ടിട്ടുണ്ടാവും. അത് റെഡിയാക്കിയപ്പോൾ ആ ചുളിവുകൾ ഏതായാലും മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അത്രയും ദേഷ്യം ചില സമയത്ത് വരാറുണ്ട്. അത് ഏതായാലും ഒരു ട്രാൻസ്മിഷൻ എന്നാണ് സാർ പറഞ്ഞതുപോലെ ശ്രമിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഖേദം തോന്നിയിട്ടുണ്ട്. വിഷമമായാലും ദേഷ്യമായാലും ഒക്കെ. ഏതായാലും കുറച്ചുകൂടെ സമയം ഇനി ഒരു പ്രാവശ്യം കൂടെ സാറിൻ്റെ സെഷൻ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എന്തായിരുന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ പറയാം, വളരെ നന്നായിട്ട് നല്ലൊരു തുടക്കം കിട്ടിയതുപോലെ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ സമയക്കുറവ് ശരിക്കും വല്ലാതൊരു പ്രയാസമാക്കിയില്ലേ എന്നുള്ളൊരു ഫീലാണ് അവസാനിച്ചു. എന്തായാലും ആ ചെറിയ സമയം നമുക്ക് വളരെ വിലപ്പെട്ടതായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. ഇതൊരു തുടക്കമായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ആഗ്രഹവും ആശയം കൂടി ഇതിൻ്റെ കൂടെ പറയുകയാണ്. നമുക്ക് ഇനിയൊരു അവസരം നമ്മുടെ പ്രസിഡന്റ് ഒന്ന് സമയത്തോടുകൂടി തരികയാണെങ്കിൽ കുറേ കൂടി നന്നായിരിക്കും അഭിപ്രായം കൂടി പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു. നമുക്ക് ശ്രീനാഥേട്ടനെ പോലെ വളരെ മനോഹരമായ ട്രെയിനിങ് സെഷനുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെ നമുക്കിവിടെ കിട്ടിയിട്ട് അത് കൃത്യമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ പോയി എന്നുള്ളൊരു സങ്കടം മാത്രം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനാഥേട്ടൻ ബില്ലിംഗ് ആവുകയാണെങ്കിൽ നമുക്ക് ഇനി ഏതെങ്കിലും ഒരു അവധി ദിവസം വേണമെങ്കിൽ ഒരു ഹാഫ് ഡേ സെഷൻ തന്നെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ ആണെങ്കിലും അദ്ദേഹം ബില്ലിംഗ് ആണെങ്കിൽ നമുക്ക് സംഘടിപ്പിക്കാം. അത് ഈ അടുത്ത മാസങ്ങളിൽ എന്തായാലും ഈ JC ഇയർ എന്ന് പറയുന്ന ഈ ഒരു 1.5 മാസം കൊണ്ട് തീരാൻ പോവുകയാണ്. അപ്പോൾ ഈ ടൈമിനുള്ളിൽ തന്നെ നമുക്കത് സംഘടിപ്പിക്കാൻ പറ്റും എന്ന പ്രത്യാശയോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ?